എന്നാടാ ഷിബു, ഇപ്പൊ ആക്രി വർക്കൊക്കെ ആണോ? ആക്രി ഒന്നുമല്ലടാ കുപ്പിയാ. കുപ്പിയോ? നീ അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ കുപ്പി കൊണ്ട് ബിവറേജ് കൊണ്ട് കൊടുക്കാമെങ്കിലേ 20 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ഇന്നലെ നമ്മുടെ കാളസിബിയും കൂട്ടർ ഇവിടെ ആയിരുന്നു കമ്പനി. എൻ്റെ കയ്യിൽ ഒരു 5-6 കുപ്പിയുണ്ട്. ഒരു 2-3 കൂടെ കിട്ടുവാണെങ്കിലേ ചെറിയൊരു കാട്ടറടിക്കാമല്ലോ എന്ന് വിചാരിച്ച. പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊടുത്താൽ കാശ് കിട്ടുമെന്ന് ഞാനും കേട്ടായിരുന്നു. എങ്ങനെയാടാ ഇതിന്റെ പരിപാടി? വെറും സിമ്പിൾ അല്ലേ. നമ്മൾ ബിവറേജിൽ നിന്ന് കുപ്പി വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അധികം 20 രൂപ അവർ വാങ്ങിക്കും. നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കാലിക്കുപ്പി കൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആ 20 രൂപ അവർ തിരിച്ചു തരും. അത്രേ ഉള്ളൂ. അതിപ്പോ എന്ന് മേടിച്ചതാ, എവിടുന്ന് മേടിച്ചതാന്നൊക്കെ അവരെങ്ങനെ അറിയുന്നേ? സിമ്പിൾ. അതറിയാനായിട്ട് ഇവരിവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ വാങ്ങിച്ചു കൊടുത്ത് തന്നെ തിരിച്ചു കൊടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി? ഇപ്പം കിട്ടുന്ന ലാഭമൊക്കെ പോരെ ഇവർ? ഇത് ലാഭത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, പ്ലാസ്റ്റിക് മാലിന്യം തടയുന്നതിന്റെ ഭാഗമായിട്ടാ. സ്പെഷ്യൽ കൗണ്ടറും ജീവനക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുമോന്നാ. അതെന്നാ? കൊടുത്ത കാശ് പെട്ടെന്ന് കിട്ടാനായിട്ട് ബിവറേജിന്റെ അടുത്ത് നിന്ന് തന്നെ ആൾക്കാർ നിപ്പനടിക്കുക. ടൗണാകെ അലമ്പായി. ഞാനാണെ വല്ലപ്പോഴും ഒരു പുള്ളു വാങ്ങി വീട്ടിലിരുന്ന് അടിക്കുമായിരുന്നു. ഇനിയും കുപ്പി തിരിച്ചു കൊടുക്കാൻ പോയിട്ട് വെറും കൈയോടെ വരാൻ തോന്നുവോ? ചെലവ് കൂടും. അഥവാ കൊടുക്കാൻ പോണില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ അങ്ങോട്ട് പോവാ. തിരക്ക് കൂടുന്നതിന് മുമ്പേ ഇതെല്ലാം കൊടുത്തൊരു ക്വാർട്ടർ വാങ്ങിച്ചിട്ട് വരാം. വിട്ടോ? ക്വാർട്ടർ പറഞ്ഞിട്ട് ഇപ്പൊ പൈന്റ് ആയല്ലോടാവേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കുപ്പിയും കൂടെ കിട്ടി. അതുകൊണ്ട് അങ്ങ് പൈന്റ് ആക്കി. മദ്യപിക്കുക, കുപ്പി വെറുക്കുക, കൊടുക്കുക. വീണ്ടും മദ്യപിക്കുക, കുപ്പി വെറുക്കുക, കൊടുക്കുക. എന്തൊരു സുന്ദര സുരഭില ലോകം.